ഐതിഹ്യമാലയിലെ അടുത്ത കഥയാണ് അധ്യാത്മരാമായണം. ശ്രീ വാൽമീകി മഹർഷിയും അതുപോലുള്ള മറ്റു മഹർഷിമാരും ചേർന്നുണ്ടാക്കിയ ഗായത്രി രാമായണം, അത്ഭുത രാമായണം, ആനന്ദരാമായണം തുടങ്ങിയ ഒട്ടനവധി രാമായണങ്ങൾ നിലവിലുള്ള സമയത്താണ് വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണൻ അധ്യാത്മരാമായണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാമായണത്തിന് അധികം പ്രശസ്തി കിട്ടിയില്ല. ആരും അത് ശ്രദ്ധിച്ചില്ല. മാത്രമല്ല, അദ്ദേഹത്തെ കുറെ അപമാനിക്കുകയും ചെയ്തു. അപമാനം സഹിക്കാതെ അദ്ദേഹം നാട് വിട്ടുപോയി. അലഞ്ഞു തിരിഞ്ഞു നടന്ന് ക്ഷീണം തോന്നിയ ഒരു രാത്രി ഈ ബ്രാഹ്മണൻ ഒരു ആൽത്തറയിൽ കിടന്നുറങ്ങി. ഉറക്കത്തിൽ ഒരു ദിവ്യം പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യനോട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞു. പരിഹാരമായിട്ട് ആ ദിവ്യം പറഞ്ഞു, ശിവരാത്രി നാളിലെ ആ ഗ്രന്ഥം കൊണ്ട് ഗോകർണത്ത് ചെല്ലാൻ. വൈകിട്ടാവുമ്പോഴേക്കും അവിടെ 4 നായ്ക്കളുടെ അകമ്പടിയോടുകൂടി ഒരു തേജസ്സുള്ള ബ്രാഹ്മണൻ വരുമെന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണനോട് പ്രശ്നങ്ങൾ മുഴുവൻ പറയാൻ പറഞ്ഞു. ഈ ഉപായം ആര് പറഞ്ഞു തന്നതാണെന്ന് ചോദിച്ചാൽ പറയരുതെന്നും പറഞ്ഞു. ആ ദിവ്യൻ പറഞ്ഞു തന്നതുപോലെയെല്ലാം തന്നെ ഈ ബ്രാഹ്മണൻ ചെയ്തു. തേജസ്സുള്ള ബ്രാഹ്മണന്റെ അനുഗ്രഹം കിട്ടിയതോടുകൂടി അധ്യാത്മരാമായണം പ്രശസ്തി നേടിത്തുടങ്ങി. പക്ഷേ ഈ ഉപദേശം തന്നത് ഒരു ഗന്ധർവനാണെന്ന് തേജസ്സുള്ള ബ്രാഹ്മണന് ഒന്നും പറയാതെ തന്നെ മനസ്സിലായി. പറഞ്ഞിരുന്ന് ഉപദേശിച്ചതുകൊണ്ട് തേജസ്സുള്ള ബ്രാഹ്മണൻ ഗന്ധർവനെ ശൂദ്രനായി ഭൂമിയിൽ ജനിക്കാൻ ശപിച്ചു. അദ്ദേഹമാണ് പിന്നീട് ഭൂമിയിൽ തുഞ്ചത്തെഴുത്തച്ഛനായി ജനിച്ചത് എന്നാണ് ഐതിഹ്യം. ഗോകർണത്ത് ശിവരാത്രി നാളിൽ 4 നായ്ക്കളുടെ അകമ്പടിയോടുകൂടി വന്ന ആ തേജസ്സുള്ള ബ്രാഹ്മണനാണ് ശ്രീ വേദവ്യാസ മഹർഷിയായിരുന്നു. 4 നായ്ക്കൾ 4 വേദങ്ങളുമായിരുന്നു. അങ്ങനെയാണ് ഐതിഹ്യം. ഓംകാരധ്വനിയായി